ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ നല്ല ഒരു കറി ഉണ്ടാക്കാം. എന്തിനാണെന്നല്ലേ, ചോറിന് കൂട്ടാനായിട്ട് ചോറ് കൊണ്ട് തന്നെ നമുക്കൊരു കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടല്ലോ കാസറോൾ കാണുന്ന പോലെയല്ല, ഒരു കുഞ്ഞു കാസറോളാണ് കേട്ടോ. വീഡിയോ കാണുമ്പോൾ ഒത്തിരി വലുതായിട്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി ചോറുണ്ട്. അത് തിളപ്പിച്ച് വാർക്കാനില്ലതാനും പഴങ്ങഞ്ഞി കുടിക്കാനായിട്ട് ഒത്തിരി വരുന്നില്ലതാനും. അപ്പോൾ പിന്നെ ഇതിനൊരു പോംവഴി കാണണ്ടേ. അതുകൊണ്ട് അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടു. മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ശകലം വെള്ളം, ഞാൻ വെള്ളം ഒഴിച്ച് ഇത്തിരി കൂടിപ്പോയി, ഉള്ള കാര്യം പറയാമല്ലോ. അത്രയും വേണ്ടായിരുന്നു, ഇത്തിരി കുറച്ച് മതിയായിരുന്നു. എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇത്തിരി അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തോളുക. അരിപ്പൊടി കുറച്ചിട്ടാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഇത്തിരി കൂടിപ്പോയിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതുകൂടെ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് ശരിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല രുചിക്ക് കേട്ടോ. എന്നാൽ പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതൊന്ന് വേഗം ചുമ്മാ ഒന്ന് വാരി അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം. പട്ടേന്നാകുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടുകൊള്ളുക. കരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ ഈ എന്താ പറയുക, അരിമുറുക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് വിളിക്കാം അല്ലേ, അരിമുറുക്ക് തന്നെ അങ്ങ് വിളിക്കാം തൽക്കാലത്തേന്. അപ്പോൾ ഇങ്ങനെയൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, പക്ഷേ ഇത് കുറച്ച് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കഴിക്കുകയും കൂടി ചെയ്തു കേട്ടോ. നല്ല രുചിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതങ്ങനെ നമ്മുടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചീൻചട്ടി അല്ല, മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ഒരു മാങ്ങയുടെ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്തെടുത്തത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പോയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്, 2 പച്ചമുളക് എന്ന് പറയാൻ പറ്റില്ല, മറ്റേ സൈസ് മുളകാണ് കേട്ടോ. നല്ല എരിവാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അതുങ്ങളെ ഒന്ന് വേവിച്ചെടുക്കാം. പക്ഷേ ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കടുക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കടുക് പൊട്ടിക്കാതെ ആണെങ്കിലും ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിവിടെ എണ്ണ അധികം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറുത്. പിന്നെ കുറച്ച് നമ്മുടെ കൊച്ചുള്ളിയും കൂടി എടുത്തിട്ട്, പിന്നെ അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക മുളക് പൊടിയും കൂടി ചേർക്കാം. ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ പോയിട്ട് ഇത്തിരി മല്ലിപ്പൊടി എടുത്ത് സ്വല്പം ഉള്ളൂ കേട്ടോ, മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തോളുക കേട്ടോ. ഈ മുളക് പൊടി ചേർക്കാത്ത എന്നാണെന്നറിയാമോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കറിയൊക്കെ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അതുങ്ങൾ കഴിക്കത്തില്ല, അല്ല തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഈ മുളകും കൂടെ ആണെന്നുണ്ടെങ്കിൽ എരിവാണേന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാകും. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്ന കാര്യമുള്ളൂ. നേരത്തേക്കും നമ്മുടെ മാങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റപ്പാക്കി നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ടെന്നാൽ പിന്നെ ഒന്ന് കുറച്ചും കൂടി അങ്ങ് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ കഷ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെറുക്കി മാറ്റി വയ്ക്കേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അരപ്പും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തോളുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ, ബാക്കി നമ്മുടെ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയങ്ങ് എടുത്തോളുക. അതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കറിക്ക് രുചി കുറഞ്ഞു പോകില്ല. തിളപ്പിച്ചാറാത്ത വെള്ളം, പച്ചവെള്ളമൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ കറിയുടെ ആ രുചിയോ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി അങ്ങ് എടുത്തോളൂ, നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ നമ്മുടെ കറിക്ക് ഇച്ചിരി ചാറുള്ളതാണ് നല്ലത്. എന്നാണെന്നറിയോ, നമ്മൾ മുമ്പ് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചട്ടിക്കകത്ത് നോക്കി കഴിയുമ്പം കുറുകിയിരിക്കും. അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ചാറിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പാക്കി വന്നോട്ടെ കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. ഇനിയേ തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ചോറ് കൊണ്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കി വെച്ചില്ലേ, ഒരു ചെറിയ സ്നാക്സ് പോലെ, അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തോളാം കേട്ടോ. അപ്പം 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യത്തിന് മതി, ഒത്തിരി വേണ്ട, ഒത്തിരി ആയ കൊള്ളത്തില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്, പക്ഷേ ഉണ്ടല്ലോ ഈ നമ്മുടെ സ്നാക്സ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ പുളിയെല്ലാം കൂടെ ഇത്തലോട്ട് പിടിച്ചോളൂ കേട്ടോ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് സംഭവം എന്നുള്ളത് ആരും അറിയില്ല, അതാണേ. എന്നാൽ പിന്നെ നമ്മുടെ കറി ഒന്ന് തിളച്ച് പെറുക്കി ഏകദേശം ഒന്ന് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് വാങ്ങി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത്തിരി കടുക് പൊട്ടിച്ച് കൊടുത്തോളാം. അതായത് നമ്മുടെ ഇത്തിരി കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ സാധാരണ പോലെ തന്നെ ചുവന്ന മുളകും ഇത്തിരി ഉള്ളിയും പിന്നെ ഇത്തിരി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ കടുക് പൊട്ടിച്ചെടുക്കുന്ന ഒരു മണം നല്ലൊരു മണമല്ലേ. അപ്പോൾ ഇനി അതെല്ലാം കൂടെ നമ്മുടെ കറിക്കകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ചെറുതായിട്ട് ഒന്ന് ഇളക്കിയും കൂടി അങ്ങ് കൊടുത്തോളൂ കേട്ടോ. അങ്ങേറ്റവും ഇങ്ങേറ്റവും ഒക്കെ ഒന്ന് സെറ്റപ്പാക്കി വന്നോട്ടെ. എന്നിട്ടുണ്ടല്ലോ എന്താ പറയുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം നേരം അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ മാങ്ങയുടെ പുളിയും ആ എരിവും എല്ലാം കൂടെ ഉണ്ടല്ലോ നമ്മുടെ ഈ സ്നാക്സിൻ്റെ അകത്തോട്ടും കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ചൂട് ചോറിനകത്തോട്ട് ഈ ചൂട് കറി ഒഴിച്ച് ആ കടുക് പൊട്ടിച്ചെടുക്കുന്ന ആ മുളകും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ, നല്ല ചൂടായിരുന്നു കേട്ടോ ചോറിനകത്ത് കൈ ഇട്ടപ്പം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു വായ അങ്ങോട്ട് കഴിക്കണം. അടിപൊളി ടേസ്റ്റിയാണ്, വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട. ടാറ്റാ.